അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 7 വെള്ളിയാഴ്ച. അമേരിക്കയെയും ഇസ്രായേൽ പോലുള്ള സഖ്യകക്ഷികളെയും ലക്ഷ്യമിടുന്നെന്ന് ചൂണ്ടിക്കാട്ടി രാജ്യാന്തര ക്രിമിനൽ കോടതിയെ ഉപരോധിക്കുന്നതിനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെക്കുമെന്ന് വൈറ്റ് ഹൌസ്. US പൌരന്മാർക്കോ സഖ്യകക്ഷികൾക്കോ നേരെയുള്ള കേസുകളിൽ രാജ്യാന്തര ക്രിമിനൽ കോടതിയെ സഹായിക്കുന്ന വ്യക്തികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും സാമ്പത്തിക വിസ ഉപരോധങ്ങൾക്ക് ഇത് കാരണമാകുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യില്ലെന്ന നിലപാടിലുറച്ച് കേന്ദ്ര സർക്കാർ. A റഹീം MP രാജ്യസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് നൽകിയ ഉത്തരത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കേന്ദ്ര സർക്കാർ നിലപാട് തിരുത്തണമെന്നും വന്യജീവികളിൽ നിന്നും ജനങ്ങൾക്ക് സംരക്ഷണം നൽകാനായി വന്യജീവി സംരക്ഷണ നിയമം കാലോചിതമായി ഭേദഗതി ചെയ്യണമെന്നും A റഹീം ആവശ്യപ്പെട്ടു. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റ് ഇന്ന്. കനത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും നികുതിയേതര വരുമാന വർധനവിനുള്ള മാർഗങ്ങളായിരിക്കും ഇന്നത്തെ സംസ്ഥാന ബജറ്റിന്റെ ഫോക്കസ് എന്നാണ് സാമ്പത്തിക വിദഗ്ധരടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിനും പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള അവസാന സമ്പൂർണ്ണ ബജറ്റായതുകൊണ്ട് തന്നെ ജനകീയ പ്രഖ്യാപനങ്ങളും പ്രതീക്ഷിക്കാം. തിരഞ്ഞെടുപ്പിനെ എങ്ങനെ അട്ടിമറിക്കാമെന്ന് ഫലപ്രദമായി ചെയ്തു കാണിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്രയെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ആണവായുധത്തേക്കാൾ പ്രാധാന്യം ഇന്ന് ഡേറ്റയ്ക്കുണ്ടെന്ന് പറഞ്ഞ ചെന്നിത്തല ലോകം വമ്പൻ മാറ്റത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും സൂചിപ്പിച്ചു. ലോകം നമ്മളാരും ആഗ്രഹിക്കാത്ത തലത്തിലേക്ക് പോവുകയാണെന്നും എന്നാൽ തീവ്ര വലതുപക്ഷ ശക്തികൾ വളർന്നു വരുന്നത് ലോകം ആശങ്കയോടെ കാണുന്നു എന്നത് സ്വാഗതാർഹമാണെന്നും ചെന്നിത്തല പറഞ്ഞു. മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൽ പരിവർത്തനത്തിന്റെ കാലം, പരിവർത്തനത്തിന്റെ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബ്രാഹ്മണന്റെ കുട്ടികൾ ഉണ്ടാവുന്നത് തന്നെ ഏറ്റവും മികച്ച ഒന്നാണെന്നാണ് സനാതന ധർമ്മത്തിന്റെ വക്താക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ബ്രാഹ്മണ യുവതിക്ക് ബ്രാഹ്മണന്റെ മക്കൾ ഉണ്ടാകുന്നതിനെ പറ്റിയല്ല പറയുന്നതെന്നും അത് മഹത്തരമാണെന്ന് പറയുന്ന സംസ്കാരത്തെയാണ് സനാതന ധർമ്മമെന്ന് വിളിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഉന്നതകുല ജാതർ പരാമർശത്തെ വിമർശിക്കുകയായിരുന്നു MV ഗോവിന്ദൻ. പകുതി വിലയ്ക്ക് വാഹനവും ഗൃഹോപകരണങ്ങളും വാഗ്ദാനം ചെയ്ത് നടത്തിയ തട്ടിപ്പ് കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. ലാലി വിൻസെന്റ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഹൈക്കോടതിയുടെ നടപടി. അനന്തകൃഷ്ണൻ പ്രതിയായ കേസിൽ 7ാം പ്രതിയായിരുന്നു ലാലി. ലാലി വിൻസെന്റിനെതിരായ ആക്ഷേപം ഗൌരവതരമെന്ന് നിരീക്ഷിച്ച ഹൈക്കോടതി അടുത്ത ദിവസം വിശദമായി വാദം കേൾക്കും. പാതിവിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങളും ഗൃഹോപകരണങ്ങളും നൽകാമെന്ന് വാഗ്ദാനം നൽകി വിശ്വസിപ്പിച്ച് പണം തട്ടിയെന്ന കേസുകളിൽ BJP സംസ്ഥാന ഉപാധ്യക്ഷൻ AN രാധാകൃഷ്ണനെതിരെ ആരോപണവുമായി കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ. എറണാകുളം കേന്ദ്രീകരിച്ച് നടക്കുന്ന മിക്ക ഡീലുകൾക്ക് പിറകിലുമുള്ള ഒന്നാന്തരം കച്ചവടക്കാരനാണ് AN രാധാകൃഷ്ണനെന്ന് സന്ദീപ് ആരോപിച്ചു. BJP അറിഞ്ഞുകൊണ്ടാണോ തട്ടിപ്പെന്നും സന്ദീപ് ചോദിച്ചു. ഫേസ്ബുക്ക് പോസ്റ്റിലായിരുന്നു സന്ദീപിന്റെ ആരോപണം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹനവ്യൂഹം SFIയുടെ പ്രകടനത്തിനിടയിൽപ്പെട്ടു. AKG സെന്ററിൽ നിന്നും പുറപ്പെട്ട വാഹനവ്യൂഹമാണ് പാളയത്ത് SFI സമരത്തിന് ഇടയിൽപ്പെട്ടത്. Z+ കാറ്റഗറിയിൽപ്പെട്ട മുഖ്യമന്ത്രിയുടെ വാഹനം സമരക്കാർക്കിടയിൽപ്പെട്ടത് ഗുരുതര സുരക്ഷാ വീഴ്ചയാണെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. ആർദ്രം ആരോഗ്യം ജീവിതശൈലി രോഗനിർണയ സ്ക്രീനിംഗിന്റെ 2ാം ഘട്ടത്തിൽ 1 കോടി ജനങ്ങളുടെ സ്ക്രീനിംഗ് നടത്തിയതിൽ 45% പേർക്ക് ജീവിതശൈലി രോഗസാധ്യതയുണ്ടെന്ന് കണ്ടെത്തി. ആദ്യഘട്ട സ്ക്രീനിംഗിൽ ഏകദേശം 9 ലക്ഷത്തോളം ആളുകൾക്കും 2ാം ഘട്ട സ്ക്രീനിംഗിൽ 2 ലക്ഷത്തിലധികം ആളുകൾക്കും ക്യാൻസർ സാധ്യത കണ്ടെത്തിയെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. CPM നേതാവ് P സരിൻ ഉന്നയിച്ച ആരോപണങ്ങൾ നിഷേധിച്ച് നജീബ് കാന്തപുരം. പകുതി വിലയ്ക്ക് സ്കൂട്ടറും വീട്ടുപകരണങ്ങളും നൽകുന്ന തട്ടിപ്പിൽ പെരിന്തൽമണ്ണ MLA നജീബിന് പങ്കുണ്ടെന്നായിരുന്നു സരിന്റെ ആരോപണം. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തട്ടിപ്പാണ് ഇപ്പോൾ പുറത്തുവരുന്നതെന്നും എല്ലാ ജനപ്രതിനിധികളെയും പൊതുപ്രവർത്തകരെയും കബളിപ്പിച്ചു നടത്തിയ തട്ടിപ്പാണിതെന്നും ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും DGPക്കും
പരാതി നൽകിയിട്ടുണ്ടെന്നും നജീബ് കാന്തപുരം പറഞ്ഞു. കോഴിക്കോട് ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ മുഖ്യപ്രതിയായ ഹോട്ടലുടമ ദേവദാസിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ട് യുവതിയുടെ കുടുംബം. ജീവനക്കാരിയായ യുവതിക്ക് പ്രതിയിൽ നിന്ന് ആദ്യമായി മോശം അനുഭവം ഉണ്ടായതിന്റെ ഡിജിറ്റൽ തെളിവുകളാണ് കുടുംബം പുറത്തുവിട്ടത്. പീഡന ശ്രമത്തിന്റെ ദൃശ്യങ്ങളും കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു. AI സംവിധാനത്തെ സ്വതന്ത്രമായി ആർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ബദലായി കൈകാര്യം ചെയ്യാൻ കഴിയണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. AI ഉൾപ്പെടെയുള്ള എല്ലാത്തിനെയും പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയുന്ന ദർശനം മാർക്സിസം മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. AI സംവിധാനത്തിന്റെ ഫലമായി ലോകത്തെമ്പാടും വളർന്നുവരുന്ന തൊഴിലില്ലായ്മ വമ്പിച്ച രീതിയിലുള്ള സമരങ്ങളിലേക്കും പോരാട്ടങ്ങളിലേക്കുമാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ നയിക്കുന്നതെന്നും അതിലൂടെയാണ് കേന്ദ്രീകൃതമായ സമ്പത്തിന് വികേന്ദ്രീകൃത സ്വഭാവം നൽകാനാകുകയെന്നും അങ്ങനെയാണ് ജനാധിപത്യ വിപ്ലവത്തിന്റെയും സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന്റെയും പാതയിലേക്ക് സമൂഹത്തെ നയിക്കാൻ കഴിയുക എന്നാണ് താൻ ചൂണ്ടിക്കാണിച്ചതെന്നും അല്ലാതെ AIയിലൂടെ സോഷ്യലിസം വരുമെന്നല്ല താൻ പറഞ്ഞതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചാനൽ ചർച്ചയിൽ PC ജോർജ് നടത്തിയ വിദ്വേഷ പരാമർശത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി കോടതി. കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യഹർജി തള്ളിയത്. ജാമ്യഹർജി തള്ളിയ സാഹചര്യത്തിൽ PC ജോർജ് ഹൈക്കോടതിയെ സമീപിക്കും. മതസ്പർദ്ധ വളർത്തൽ, കലാപാഹ്വാനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. PV ശ്രീനിജൻ MLAക്കെതിരെ കേസ്. എറണാകുളം കുന്നത്തുനാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ കുന്നത്തുനാട് പോലീസാണ് കേസെടുത്തത്. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിനിടെ MLA അടക്കം 10 പ്രതികൾ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തിയെന്നും പുലഭ്യം പറഞ്ഞെന്നും ഓഫീസിന് പുറത്തുണ്ടായിരുന്ന കാറിന്റെ കണ്ണാടി അടിച്ച് തകർത്തുവെന്നുമാണ് FIR. കഴിഞ്ഞ ഡിസംബർ 21-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. കലൂർ സ്റ്റേഡിയത്തിന് സമീപം സ്റ്റീമർ പൊട്ടിത്തെറിച്ചുണ്ടായ തീപിടുത്തത്തിൽ ഒരാൾ മരിച്ചു. 5 പേർക്ക് പരിക്കേറ്റു. ഇതര സംസ്ഥാന തൊഴിലാളി സുമിതാണ് മരിച്ചത്. സ്റ്റേഡിയത്തിന് സമീപം പ്രവർത്തിക്കുന്ന ഹോട്ടലിലാണ് തീപിടുത്തമുണ്ടായത്. ഇന്നലെ വൈകുന്നേരം 4 മണിക്കാണ് സംഭവം. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നുവോ എന്ന് ഫോറൻസിക് സംഘം പരിശോധിക്കുമെന്നും ഹോട്ടൽ ഉടമകൾക്കെതിരെ കേസെടുക്കുമെന്നും CI പറഞ്ഞു. കൂറ്റനാട് നേർച്ചയ്ക്കിടെ ഇടഞ്ഞ ആന പാപ്പാനെ കുത്തിക്കൊന്നു. കുഞ്ഞുമോൻ എന്നയാളാണ് മരിച്ചത്. കൂറ്റനാട് നേർച്ച ആഘോഷ പരിപാടിയിലേക്കായി കൊണ്ടുവന്ന വള്ളംകുളം നാരായണൻകുട്ടി എന്ന ആനയാണ് ഇടഞ്ഞത്. രാത്രി 11 മണിയോടെ ആഘോഷ പരിപാടിയുടെ അവസാന ഇനമായ ഗജസംഗമം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് ആന ഇടഞ്ഞത്. ഒരാൾക്ക് കൂടി പരിക്കേറ്റതായാണ് വിവരം. സമീപത്തെ വാഹനങ്ങളും ആന തകർത്തു. ബാംഗ്ലൂരിൽ നഴ്സിംഗ് വിദ്യാർത്ഥി അനാമിക ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആരോപണ വിധേയരായ പ്രിൻസിപ്പളിനെയും അസോസിയേറ്റ് പ്രൊഫസറെയും സസ്പെൻഡ് ചെയ്തതായി സ്വകാര്യ സർവകലാശാലയായ ദയാനന്ദ സാഗർ യൂണിവേഴ്സിറ്റി അറിയിച്ചു. സംഭവം അന്വേഷിക്കാൻ സമിതിയെ നിയോഗിച്ചുവെന്നും സർവകലാശാല അറിയിച്ചു. രാമനഗരിയിലെ നഴ്സിംഗ് കോളേജിലെ 1ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്നു അനാമിക. അനാമികയുടെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോളേജ് കവാടത്തിൽ സഹപാഠികൾ സമരത്തിലാണ്. ജൂൺ 1 മുതൽ കേരളത്തിൽ സിനിമാ സമരം. സിനിമാ സംഘടനകളുടെ സംയുക്ത യോഗത്തിലാണ് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. GSTക്കൊപ്പമുള്ള വിനോദ നികുതി പിൻവലിക്കുക, താരങ്ങളുടെ വലിയ പ്രതിഫലം വെട്ടിക്കുറയ്ക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 11 MBBS വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ. ജൂനിയർ വിദ്യാർത്ഥികളെ റാഗ് ചെയ്തെന്ന പരാതിയിൽ 5-അംഗ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് 2ാം വർഷ MBBS വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തത്. കോളേജ് ഹോസ്റ്റലിൽ വെച്ച് കഴിഞ്ഞ മാസം 1ാം വർഷം MBBS വിദ്യാർത്ഥികളെ റാഗ് ചെയ്തെന്നായിരുന്നു പരാതി. തുടർ നടപടിക്കായി അന്വേഷണ റിപ്പോർട്ട് പോലീസിന് കൈമാറി. ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ സമസ്ത മുഷാവറ അംഗത്തിന് സസ്പെൻഷൻ. മുസ്തഫൽ ഫൈസിയെയാണ് മുഷാവറയിൽ നിന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. സമസ്തയിലെ ലീഗ് പക്ഷത്തിലെ ശക്തനായ വക്താവായ ഫൈസിയെയാണ് മുഷാവറയിൽ നിന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. വ്യാഴാഴ്ച ചേർന്ന സമസ്ത മുഷാവറ യോഗത്തിന്റേതാണ് തീരുമാനം. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ?
ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ, രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. തമിഴ്നാട് ഗവർണർക്കെതിരെ സുപ്രീം കോടതി. നിയമസഭ പാസാക്കിയ ബില്ലുകൾ അനിഷ്ടത്തിന്റെ പേരിൽ അനുമതി നിഷേധിക്കാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. തമിഴ്നാട് ഗവർണർ സ്വന്തം നിലയ്ക്ക് നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നുവെന്ന് കോടതി നിരീക്ഷിച്ചു. ബില്ലുകൾ തടഞ്ഞുവച്ചതിന്റെ യഥാർത്ഥ കാരണം വിശദീകരിക്കണമെന്നും കോടതി വ്യക്തമാക്കി. ജയ്പൂരിലുണ്ടായ വാഹനാപകടത്തിൽ 8 പേർ മരിച്ചു. കുംഭമേളയിൽ പങ്കെടുക്കാൻ പോയവരാണ് മരിച്ചത്. ജയ്പൂരിലെ മോഖംപുരയ്ക്ക് സമീപമാണ് അപകടമുണ്ടായത്. ദേശീയപാത 48-ൽ ടയർ പഞ്ചറായതിനെ തുടർന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ടതോടെ കാർ ഡിവൈഡറിൽ ഇടിച്ചുതെറിച്ച് ഒരു ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നാളെ വരാനിരിക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 7 AAP സ്ഥാനാർത്ഥികളുമായി BJP ബന്ധപ്പെട്ടെന്നും BJPയിൽ ചേരാൻ 15 കോടി രൂപ വീതം വാഗ്ദാനം ചെയ്തുവെന്നും AAP നേതാവ് സഞ്ജയ് സിംഗ് ആരോപിച്ചു. ആരോപണത്തിൽ BJP പ്രതികരിച്ചിട്ടില്ല. ദില്ലി BJP ഭരിക്കുമെന്ന് ആക്സിസ് മൈ ഇന്ത്യ, ചാണക്യ, CNX എക്സിറ്റ് പോൾ സർവേകൾ. ജാതി, മേഖല, പ്രായം എന്നിവ തിരിച്ചുള്ള സർവേയിൽ BJPക്ക് മുൻതൂക്കമുണ്ടെന്നാണ് പ്രവചനം. പുറത്തുവന്ന ഭൂരിഭാഗം എക്സിറ്റ് പോൾ പ്രവചനങ്ങളിലും BJPക്കാണ് മുൻതൂക്കം. അതേസമയം തെരഞ്ഞെടുപ്പിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളി ആം ആദ്മി പാർട്ടി രംഗത്തെത്തി. പ്രവചനങ്ങൾ ആശയക്കുഴപ്പമുണ്ടാക്കാനുള്ള നീക്കം എന്ന വാദമാണ് AAP ഉയർത്തുന്നത്. ഗാസ മുനമ്പ് അമേരിക്ക ഏറ്റെടുക്കണമെന്ന് ആവർത്തിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പോരാട്ടത്തിനൊടുവിൽ ഇസ്രായേൽ ഗാസ മുനമ്പ് അമേരിക്കയ്ക്ക് കൈമാറുമെന്ന് ട്രംപ് തന്റെ സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഗാസയുടെ പുനർനിർമ്മാണത്തിന് US സൈന്യത്തെ അയക്കേണ്ടി വരില്ലെന്നും ട്രംപ് കുറിച്ചു. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ മറുപടി പറയവെ രാജ്യസഭയിലും കോൺഗ്രസിനെതിരെ വിമർശനം തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. BJP രാജ്യത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ കോൺഗ്രസിന്റേത് ആദ്യം കുടുംബം എന്ന നയമാണെന്ന് മോദി പറഞ്ഞു. ഗാന്ധി കുടുംബത്തെ ലക്ഷ്യമിട്ടായിരുന്നു മോദിയുടെ പരാമർശം. കോൺഗ്രസ് അംബേദ്കറെ വെറുത്തിരുന്ന കാലമുണ്ടായിരുന്നുവെന്നും ഇന്ന് സമൂഹത്തിൽ ജാതിവിഷം പരത്താൻ കോൺഗ്രസ് ശ്രമം നടത്തുന്നുവെന്നും മോദി കുറ്റപ്പെടുത്തി. രാജ്യത്തെ പ്രമുഖ വ്യവസായി ഗൌതം അദാനിയുടെ മകൻ ജീത് അദാനിയും ഗുജറാത്തിലെ പ്രമുഖ വജ്ര വ്യാപാരി ജെയ്മിൻ ഷായുടെ മകൾ ദിവ ജെയ്മിൻ ഷായുമായുള്ള വിവാഹം ഇന്ന് അഹമ്മദാബാദിൽ വെച്ച് നടക്കും. വലിയ ആർഭാടങ്ങളൊന്നുമില്ലാതെയാണ് വിവാഹം നടക്കുകയെന്ന് അദാനി കുടുംബം അറിയിച്ചിരുന്നു. അദാനി വിമാനത്താവളങ്ങളുടെയും അദാനി ഡിജിറ്റൽ ലാബുകളുടെയും ചുമതല ഇപ്പോൾ ജീത് അദാനിക്കാണ്. ഇന്ത്യയിൽ കഴിയുന്ന ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന നടത്തിയ പ്രസ്താവനകൾക്കെതിരെ ഇന്ത്യയെ കടുത്ത പ്രതിഷേധം അറിയിച്ച് ധാക്ക. ധാക്കയിലെ ഇന്ത്യയുടെ ആക്ടിംഗ് ഹൈക്കമ്മീഷണർക്ക് ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധക്കുറിപ്പ് കൈമാറി. ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നതിൽ നിന്ന് ഹസീനയെ തടയുന്നതിനാവശ്യമായ നടപടികൾ കൈക്കൊള്ളാനും ബംഗ്ലാദേശ് ഇന്ത്യയോട് അഭ്യർത്ഥിച്ചു. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 4 വിക്കറ്റിന്റെ തകർപ്പൻ ജയം. നേരത്തെ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇംഗ്ലണ്ട് 47.4 ഓവറിൽ 248 റൺസിന് ഓൾ ഔട്ടായി. 52 റൺ